നമോ നാരായണായ. ശ്രീമൻ നാരായണീയം ദശകം 3 ഭക്തി പ്രാർത്ഥന. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അവസാനം നമ്മൾ കേട്ടു, ഭഗവാനെ എനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ രണ്ടാമത്തെ ദശകം മേൽപ്പത്തൂർ അവസാനിപ്പിച്ചത്. മൂന്നാമത്തെ ദശകം ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രോഗം അതിയായി വർദ്ധിച്ചതിനാല് ആ ഭക്തി നിലനിർത്തണമെങ്കിൽ, ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുകയാണ് ഈ മൂന്നാമത്തെ ദശകത്തിൽ. ഒന്നാമത്തെ ശ്ലോകം, പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാം സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണഗതാം ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഏ വരദ, അല്ലയോ വരദായകനെ, അതായത് ഭക്തന്മാരുടെ എല്ലാ അഭിഷ്ടത്തെയും സാധിച്ചു കൊടുക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ, തേ നാമാനി പടന്തഹ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടും, രൂപം സ്മരന്തഹ, രൂപത്തെ സ്മരിച്ചുകൊണ്ടും, ഗുണകഥാഹ കഥയന്തഹ, അതായത് ഭഗവാന്റെ ആ ഗുണകഥകളെയെല്ലാം പറഞ്ഞുകൊണ്ടും, പ്രമദഭര സിന്ധൗ നിപതിത, അങ്ങനെയുള്ള പരമാനന്ദ സമുദ്രത്തിൽ അങ്ങനെ മുഴുകിയിട്ട്, ചരന്തഹ ഏ ഭക്താഹ, അങ്ങനെ ചരിക്കുന്ന ആ ഭക്തന്, അതായത് തൊയ് കലു രമന്തേ, അങ്ങനെ ഭഗവാനിൽ അങ്ങനെ രമിക്കുന്ന ആ ഭക്തന് മാത്രം, അങ്ങനെ ഒരുവൻ ഉണ്ടോ, ആ ഒരാൾക്ക് മാത്രമേ ഭക്തൻ എന്ന നാമത്തിന് അർഹതയുള്ളൂ എന്ന് പറയുകയാണ്. അമൂൻ, അവരെ മാത്രമേ പരം അഹം, എനിക്ക് സാമധിഗത സർവാഭിലഷിതാൻ, എല്ലാ അഭിലാഷങ്ങളെയും സാധിച്ച ധന്യാൻ മന്യേ, ആ ഭാഗ്യവാന്മാരായ ആൾക്ക് മാത്രമേ അത്ര ജീവിതം ധന്യമായിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവരെ മാത്രമേ ധന്യന്മാർ എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാം സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണഗതാം ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജ സ്മരണ രസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ അപ്യനാസക്തം, അതാണ് അവിടെ അനാസക്തം, അതിനെയാണ് അവിടെ കൂട്ടിച്ചേർത്തിട്ട് അപ്യനാസക്തം എന്ന് പറയുന്നത്. ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഭവത്പാദാംഭോജ സ്മരണ രസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം, എൻ്റെ ആ രോഗങ്ങൾ എന്നെ അങ്ങ് വളരെയധികം ക്ലേശിപ്പിക്കുന്നു. അതിനാല് തവ സേവാരസഭരെ അഭി, ഭഗവാനെ അങ്ങേ ഞാൻ സേവിക്കുന്നതിന്റെ ആ ഒരു സുഖം പോലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. ആ ഒരു സുഖം അനുഭവിക്കാൻ പോലും ന അസക്തം ഭവതി, ഞാൻ അതിന് ശക്തിയില്ലാതായി തീർന്നിരിക്കുന്നു, എനിക്ക് അതിന് ഒട്ടും തന്നെ കഴിയുന്നില്ല. ബദ കഷ്ടം, അല്ലയോ ഭഗവാനെ എന്തൊരു കഷ്ടമാണിത്. ഹേ വിഷ്ണു, അല്ലയോ വിഷ്ണു, ദയാങ്കുരു, എന്നിൽ ദയ കാണിക്കണമേ, പറയണ എന്നെ ദയ ചൊരിയൂ. അഹം ഭവത് പാദാംബോജ സ്മരണ രസിക, അതാണ് പറയുന്നത്, ഞാൻ അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ സേവിച്ച് കൊണ്ട്, ആ ധ്യാനിച്ചുകൊണ്ട് ഒന്ന് രസിച്ചോട്ടെ എന്ന്, രസിക്കട്ടെ. നാമനിവഹാൻ ഗായം ഗായം, ആ തിരുനാമങ്ങൾ എനിക്ക് ഇടതടവാതെ ചൊല്ലുവാനും കഴിയണം ഭഗവാനെ. കുഹജന വിജനെ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് വിവത്സ്യാമി, ഞാൻ ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കണമോ, എനിക്ക് അങ്ങയെക്കുറിച്ച്, ഞാൻ ഭജനമിരിക്കാൻ വന്നതാണ്, അങ്ങയുടെ നാമങ്ങൾ കീർത്തിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും എനിക്ക് കഴിയണം, അതിന് എനിക്കിപ്പം ആകുന്നില്ല, അപ്പൊ എന്നിൽ കൃപ ചൊരിയണമേ എന്ന് പറയുകയാണ്. പാകവും പുറവും എല്ലാം രോഗത്തിന്റെ കാഠിന്യത്താൽ ശരീരത്തിനും വേദനയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആ കഷ്ടതകളുടെ കാരണം മനസ്സിനും അധികരിച്ച ആ വേദനയാണ്. അപ്പൊ അകവും പുറവും ഞാൻ
ക്ലേശിക്കുകയാണ്. അപ്പൊ എന്നെ ആ ക്ലേശത്തിൽ നിന്നൊന്ന് ഒഴിവാക്കണമേ ഭഗവാനെ, എനിക്ക് അങ്ങേ പൂജിക്കാനുള്ള ആ ഒരു ശക്തി എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. വ്യതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ അപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണ രസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ശ്ലോകം 3. കൃപാദേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഹൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശാ നാമ കീയതേ ന കേകേ ലോകേ അസ്മിന്നനിശമയീ ശോകാഭിരഹിത ഭവൽ ഭക്ത മുക്ത സുഖഗതിമസക്ത വിദദതേ. കൃപാതേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം തനുഭൃതാം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ കൃപയുണ്ടെങ്കിൽ, ആ കാരുണ്യമുണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല മർത്യന് എന്ന് പറയുകയാണ് ഇവിടെ. കൃപാതേ ജാതാ ചേത്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ കൃപയുണ്ടെങ്കിൽ തനുഭൃതാം, ആ ദേഹികൾക്ക്, ശരീരികൾക്ക്, കിം ഇവ നഹി ലഭ്യം, എന്താണ് സാധ്യമാകാത്തത്? മദീയ ക്ലേശൗഘ പ്രശമന ദശ, എൻ്റെ ഈ ക്ലേശങ്ങളെല്ലാം, എൻ്റെ ഈ സർവ ക്ലേശങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കുവാൻ നാമകീയതി, അങ്ങക്ക് നാമം മാത്രം മതിയാകും, അങ്ങക്ക് അതിന് ഒരു പ്രയാസവും ഉണ്ടാകുന്നതല്ലയല്ലോ. അതുകൊണ്ട് ഐ അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ എത്രയോ ഭക്തന്മാരാണ് അവിടത്തേക്കുള്ളത് എന്ന് പറയുകയാണ്. കേകേ ഭവത് ഭക്താഹ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഏതേത് ഭക്തന്മാരുണ്ടോ അവർക്കെല്ലാം എത്ര സുഖമായിട്ടാണ് അവരെല്ലാം കഴിയുന്നത് എന്നാണ് ഇനിയുടെ പറയുന്നത്. അനിശം ശോകാഭിരഹിതാഹ, അവർക്ക് ആർക്കും ഒരു ദുഃഖവുമില്ല. അങ്ങനെ മുക്താഹ, മുക്തരാകുന്നവരെല്ലാം അതിൽ നിന്നെല്ലാം മുക്തിയായിരിക്കുകയാണ്. അസക്താഹ, ഒന്നിലും ആസക്തിയും ഇല്ലാത്തവരായിട്ട് സുഖഗതി ന വിധതേ, സ്വൈര്യമായിട്ട് അങ്ങനെ കഴിയുന്നുവല്ലോ. അങ്ങയുടെ അനേകം ഭക്തന്മാർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്രയ സന്തോഷത്തോടെയാണ് അവർ കഴിയുന്നത്. എനിക്ക് ഇത്രയധികം ക്ലേശങ്ങൾ തരുന്നത് എന്തിനാണ്? അത് മാറ്റാൻ അങ്ങക്ക് എത്രയോ നിസ്സാരമാണ് എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട് മൂന്നാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ. കൃപാദേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശ നാമ കീയതി ന കേകേ ലോകേ അസ്മിൻ അനിശമയീ ശോകാഭിരഹിത ഭവത് ഭക്ത മുക്ത സുഖഗതിം അസക്ത വിദദതേ. ശ്ലോകം 4. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖ ചരന്തീശാ സ്വൈര്യം സതത പരിനിർപാദ പരിചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയ, ആ പ്രൗഢന്മാർ, അതായത് അത്രയും ശ്രേഷ്ഠ മുനീശ്വരന്മാർ ജഗതി, ഈ ലോകത്ത് അത്രയും രൂഢമായിട്ട്, അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ അത്രയധികം കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ സാധാരണ മനുഷ്യർ, നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും ഗതിവിഗതികളോട് കൂടിയ ആ മുനിശ്രേഷ്ഠന്മാരായിട്ടുള്ള നാരദൻ പോലെയുള്ള ആ മുനിശ്രേഷ്ഠന്മാര് ഭവത് പാദാംഭോജ സ്മരണ, അങ്ങയുടെ പാദാംഭോജ സ്മരണയാൽ ചരന്തീശാ സ്വൈര്യം, അങ്ങനെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നു. സതത പരിനിർഭാത പരിചിത്, അങ്ങനെ ആ ഭഗവാന്റെ സച്ചിദാനന്ദൈക രസപ്രവാഹത്താൽ അങ്ങനെ അങ്ങ് ലയിച്ച് മുങ്ങിക്കുളിച്ച് അവരായിട്ട് അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് തോന്നുന്നത് പോലെ, എന്താ പറയുന്നത്, അത്രയും സന്തോഷകരമായിട്ട് അവർ കഴിയുന്നു. ആ സച്ചിദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന കിമപരം,
ആ അദ്വൈതമായിട്ടുള്ള ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദ ആ രസപ്രവാഹത്തെ അനുഭവിച്ചുകൊണ്ട് അവരങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം സന്തോഷത്തോടെ അവരങ്ങനെ സഞ്ചരിക്കുന്നുവല്ലോ ഭഗവാനെ. കിം അപരം, അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖ ചരന്തീശാ സ്വൈര്യം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ശ്ലോകം 5. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാം ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാരദ്യ പുരുഷവചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ സഹ ഏവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം നൈഗം അവജോ നൈഗമ വചഃ ഭവത് മിഥ്യാരദ്യ പുരുഷ വചന പ്രായം അഖിലം. ഭവത് ഭക്തി സ്പീദാ ഭവതു, അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങയിലുള്ള ആ ഒരു അധികരിച്ച ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ്. ഭഗവാനെ, എനിക്ക് അത്രമാത്രം ഭക്തി ഉണ്ടെങ്കിൽ, ഭഗവാനിൽ അങ്ങ് തികഞ്ഞ ഭക്തനാണ് ഞാൻ എങ്കിൽ സ ഏവ അശേഷ ക്ലേശൗഖം പ്രശമയേത്, ആ അകമഴിഞ്ഞ ആ ഒരു ഭക്തി ഒന്നു മാത്രം മതി എൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർന്നു പോകാൻ, എൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർത്തു തരാൻ ആ ഒരു ഭക്തി മാത്രം മതി എന്ന്. ഹൃദി സന്ദേഹ കണിക നഖലു, എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല, എനിക്ക് അത്രമാത്രം അധികരിച്ച ഭക്തിയാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ ആ ഭക്തിയിൽ മുങ്ങി അങ്ങനെ രമിച്ചിരുന്നു കൊള്ളും. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെയോ ആ പീഡകളെ ഒന്നും അറിയത്തേയില്ല, അതിനെനിക്ക് യാതൊരു സംശയവും ഇല്ല. ന ചേത്, അല്ലായിരുന്നു എങ്കിൽ, വ്യാസസ്യ ഉക്തിഹി, ആ വ്യാസന്റെ വാക്ക്, ആ വ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഉക്തി വാക്ക്, ആ വാക്കുകളും തവജ വചനം, അങ്ങയുടെ തന്നെ വാക്കുകളും, അതായത് അങ്ങയുടെ തന്നെ ഭഗവാന്റെ തന്നെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെയാണ് വചനങ്ങൾ തന്നിട്ടുള്ളത്? ഗീതയിൽ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളും അതുപോലെ തന്നെ നൈഗമവചോ, നൈഗമ വചഃ, അതായത് വേദങ്ങളിൽ, നിഗമം വേദങ്ങളിൽ വേദങ്ങളിലും മറ്റു ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള സർവവും അഖിലം എല്ലാം തന്നെ രഥ്യാ പുരുഷവചനഃ, ആ പ്രായമഖിലം, അതൊക്കെ വെറുതെ ഈ റോഡിൽ കൂടെ നടന്ന് ചലിച്ചുകൊണ്ട് പോകുന്ന ആ ഭ്രാന്തന്മാർ പറയുന്ന പോലെയല്ലേ, അല്ലെങ്കിൽ തെരുവ് പാട്ടുകൾ പോലെ ആയി പോകൂലേ ഇതെല്ലാം എന്ന് പറയുകയാണ്. ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, എനിക്ക് അത്രയും അധികരിച്ച ഭക്തി എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഗീതയിലൂടെ, ഇങ്ങനെയെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭഗവാനിൽ അധികരിച്ച ഭക്തി ഉണ്ടെങ്കിൽ സർവ്വതിൽ നിന്നും മുക്തനാകാമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഭക്തി എൻ്റെ ഉള്ളിൽ ആ അധികരിച്ച ഭക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതല്ല എങ്കിൽ ഇതിനകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതെല്ലാം വെറും വാക്കായി പോകൂലേ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിലൂടെ. ഭവദ്ഭക്തി സ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹ കണിക ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാരദ്യ പുരുഷവചനപ്രായമഖിലം. ശ്ലോകം 6. ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാതുദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഭവദ്ഭക്തിഃ താവത് പ്രമുഖമധുര ത്വദ്ഗുണരസാത് കിം അപി ആരൂഢ കിമപ്യാരൂഢ ചേത് അഖില പരിതാപപ്രശമനി
പുനഃ ച അന്തേ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അത പ്രാർത്ഥ്യം അപരം. ഭവത് ഭക്തി താവത്, ഭഗവാനിലുള്ള ആ ഒരു ഭക്തിക്ക് മാത്രമേ, ത്വദ്ഗുണരസാദ്, ആ ഭഗവാന്റെ ആ ഗുണകഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസത്തിന് മാത്രമേ, പ്രമുഖ മധുര, ആദ്യമേ ആ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മധുരത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുകയും അത് കീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത്രയും അത് തുടക്കത്തിലേ കിട്ടുന്നു എങ്കിൽ കിമപി ആരൂഢാ ചെയ്ത്, അല്ല അത് കുറച്ചുകൂടി കൂടിക്കൂടി വരികയാണെങ്കിൽ അന്നേരം തന്നെ ആ തുടക്കത്തിൽ തന്നെ അത്രയും തന്നെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് കുറച്ചുകൂടി കൂടിക്കൂടി വരികയാണെങ്കിലോ, അതാണ് പറയുന്നത്, അഖില പരിതാപ പ്രശമനി, സർവ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും അത് ഇല്ലാതാക്കുന്നു. ഉള്ളിലെ എല്ലാ ദുഃഖത്തെയും അത് ഇല്ലാതെയാക്കുന്നു. പുനഃ അന്തേ, എന്നാൽ പിന്നീട് ആകട്ടെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക? ആദ്യമേ തന്നെ ഇങ്ങനെയാണ് സന്തോഷം തരുന്നു എങ്കിൽ, അത് കൂടിക്കൂടി വരികയാണെങ്കിൽ ആ സകല ദുഃഖത്തെയും അത് ഇല്ലാതാക്കുന്നു. അവസാനം എന്തായിരിക്കും കിട്ടുന്ന എന്ന് പറയുകയാണ്. ച അന്തേ, ആ സ്വന്തം മനസ്സിൽ, അങ്ങനെയുള്ള ആ ഒരു ഭക്തന്റെ മനസ്സിൽ വിമല പരിബോധോദയമിളൻ, ആ വിമലമായിട്ടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ ആ ബോധത്തെ, ആ ജ്ഞാനോദയത്തെ നമുക്ക് കിട്ടുന്നു. ആ മഹാ ആനന്ദ അദ്വൈതം, ആ മഹാ ആനന്ദത്തെ തരുന്ന ആ അദ്വൈതം, എല്ലാം ഒന്നേ എന്ന് പറയുന്ന ആ ഐക്യത്തോട് കൂടിയിട്ടുള്ള ആ പരമാനന്ദത്തെ ദിശതി ലഭിക്കുന്നു. അതിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ. കാരണം ഭഗവാനിലുള്ള ആ ഭക്തിക്ക് ഒന്ന് മാത്രമേ, അല്ലാതെ മറ്റൊന്നിനും നമുക്ക് അത് കഴിയില്ല. അതാണ് പറയുന്നത്, അപരം കിം പ്രാപ്ത്യം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ ഒരു സന്തോഷം, ആ ഒരു ആനന്ദത്തെ കിട്ടിയാൽ തന്നെ സർവവും മറന്നു പോകുമല്ലോ. പിന്നെ ഞാൻ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ തികഞ്ഞ ആ ഭക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാദുദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനി പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ശ്ലോകം 7. വിധൂയ ക്ലേശാന്മേ ഗുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധോ ഭവന്മൂർത്യാലോകേ നയനമധതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. വിധൂയ ക്ലേശാന്മേ, എൻ്റെ ഈ ക്ലേശങ്ങളെയെല്ലാം ദൂരെ ഒഴിച്ചിട്ട്, എൻ്റെ ഈ ആദിവ്യാധികളെയെല്ലാം നശിപ്പിച്ചിട്ട്, ചരണയുഗ്മം ക്ഷേത്രപ്രാപ്തോ, അതായത് എൻ്റെ കാലുകളെ അങ്ങയുടെ ക്ഷേത്ര അങ്കണത്തിലെത്തി ആ പ്രദക്ഷിണം വയ്ക്കുന്നതിനും, പിന്നെ കരം അഭിജതേ, ആ കൈകൾ, എൻ്റെ കൈകളെ കൊണ്ട് അങ്ങയുടെ പൂജാ നമസ്കാരാദികൾ ചെയ്യുവാനും, എൻ്റെ നയനങ്ങൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ ആ മൂർത്തിമത്തായിട്ടുള്ള ആ രൂപത്തെ ഒന്ന് ദർശിക്കുവാനും, അധ പാദതുളസി പരിഘ്രാണേ ഘ്രാണം, എൻ്റെ മൂക്കുകൾ കൊണ്ട് എനിക്ക് അങ്ങയുടെ പാതാരവിന്ദത്തിൽ കിടക്കുന്ന ആ തുളസിയുടെ ആ മണത്തെ ഒന്ന് ആസ്വദിക്കുവാനും, ശ്രവണം അഭിതേ ചാരുചരിതേ, ചെവി കൊണ്ട് എനിക്ക് അങ്ങയുടെ കഥകൾ അല്ലെങ്കിൽ ആ കീർത്തനങ്ങളെയൊക്കെ ഒന്ന് കേൾക്കുവാനുമുള്ള ആ പ്രാപ്തി എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. വിധൂയ ക്ലേശാന്മേ ഗുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധോ ഭവന്മൂർത്യാലോകേ നയനമധതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ശ്ലോകം 8. പ്രഭൂതാദിവ്യാധിപ്രസവചലിതേ മാമകഹൃദി തുദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാസുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഠാപരിഭവാൻ.
പ്രഭൂത ആദി വ്യാധി പ്രസവ ചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപം ഉദിയാത് ഉദഞ്ചത് രോമാഞ്ചോ ഗളിത ബഹു ഹർഷ ശൃണിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ. പ്രഭൂത ആദി വ്യാധി എന്നിൽക്കുണ്ടായിരിക്കുന്ന എൻ്റെ ആ രോഗത്തിൽ നിന്ന്, എൻ്റെ ആ വ്യാധിയാലും ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ്. അതായത് രോഗം, ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ആ രോഗത്താൽ ആ രോഗത്തിന്റെ ആ പീഡ കാരണം, ആ വേദനയാൽ എൻ്റെ മനസ്സിനെയും എനിക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്, ആധിയാലും വ്യാധിയായാലും ബാഹ്യമായിട്ടും എൻ്റെ ആന്തരികമായിട്ടും ഞാൻ വളരെയധികം കഷ്ടത അനുഭവിക്കുന്നു. അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന എൻ്റെ ആ മനസ്സിൽ മറ്റു വിഷയങ്ങളെയൊക്കെ കൂടെ കടത്തി അത് എൻ്റെ മനസ്സ് വ്യതിചലിച്ചു പോകാതെ ഭഗവാനെ, എന്നെ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്തിയേക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിൽ ഉറയ്ക്കണം. ആ രൂപത്തിൽ നിന്ന് വരുന്ന ആ തേജസ്സാൽ എൻ്റെ ആ മനസ്സിലെ ഇരുട്ടിനെ അകറ്റിയിട്ട് ആ പരമാനന്ദമായിട്ടുള്ള നിർവൃതിയിൽ അങ്ങനെ ലയിച്ച് എൻ്റെ വേദനകളെ എനിക്ക് മറക്കാൻ ഇടയാക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ 8ാമത്തെ ശ്ലോകം. പ്രബോധാദിവ്യാധി പ്രസവ ചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമസുഖരചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാസുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ. ശ്ലോകം 9. മരുദ്ഗേഹാദീശാ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവൽ സ്നേഹി സോഹം സുബഹുപരിതപ്യേ ച കിമിതം അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഝടിതി കുരു മാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവൽ സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേ ച കിം ഇദം അകീർത്തിഃ തേ മാ അഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സം ഝടിതി കുരു മാം കംസദമന. മരുദ്ഗേഹാദീശ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ, അങ്ങയിൽ ഒരല്പം പോലും ഭക്തി ഇല്ലാത്തവർക്ക് പോലും വളരെ സുഖമായിട്ട് കഴിയുന്നു. അവര് പോലും നല്ല സുഖമായിട്ട് നടക്കുകയും ഇരിക്കുകയും അവർക്ക് അങ്ങനെ ചരിക്കുന്നു. ഭവൽ സ്നേഹി സോഹം, എന്നാൽ അങ്ങയുടെ ഭക്തനായിട്ടുള്ള ഞാൻ സുബഹു പരിതപ്യേജ കിമിതം, ഞാൻ എന്താണ് ഇമ്മാതിരിക്ക് മിതം, ഇതുപോലെ എന്താണ് ഇങ്ങനെ അനുഭവിക്കുന്നത്, എന്താണ് എനിക്ക് ഇത്രയും ദുഃഖം ഉണ്ടാകാൻ കാരണം. അല്ലയോ വരദായകനായിട്ടുള്ള ഭഗവാനെ, വരദ ഗതഭാരം പ്രശമയൻ, എൻ്റെ ഈ എൻ്റെ ഈ ദുഃഖങ്ങളെയെല്ലാം അങ്ങ് മാറ്റി തന്നില്ല എങ്കിൽ അകീർത്തിസ്തേ മാ അഭൂത്, അങ്ങക്ക് അകീർത്തി സംഭവിക്കും പറയുകയാണ്. എൻ്റെ രോഗങ്ങളെയെല്ലാം വേഗത്തിൽ അങ്ങ് മാറ്റി തന്നോളൂ, അല്ലെങ്കിൽ അങ്ങക്ക് ദുഷ്കീർത്തി ഉണ്ടാകും. അങ്ങക്ക് ദുഷ്കീർത്തി ഉണ്ടാകാതിരിക്കാനായിട്ട് എൻ്റെ രോഗങ്ങളെയെല്ലാം നശിപ്പിച്ച് വേഗത്തിൽ തന്നെ അങ്ങയുടെ ഭക്തന്മാർക്ക് ആ ഒരു ശിരോ അലങ്കാരമായിട്ട് എന്നെ മാറ്റി തന്നാലും എന്നാണ് പറയുന്നത്. ഭക്തനായ എന്നെ അനുഗ്രഹിക്കാതിരുന്നാൽ മറ്റുള്ള ആ ഭക്തന്മാര് അങ്ങയുടെ ആ ഭക്തിയില് വിമുഖത കാട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് അങ്ങക്ക് ദുഷ്കീർത്തിയാണ്. അതുകൊണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചാലും എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. മരുദ്ഗേഹാദീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവൽ സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിതം അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഝടിതി കുരു മാം കംസദമന. ശ്ലോകം 10. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത
പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വിക്തം നദിനുതി നിഷേവാ വിരജയൻ. കിം ഉക്തൈഃ ഭൂയോഭിഃ തവ ഹി കരുണ യാവത് ഉദിയാത് അഹം താവത് ദേവാ പ്രഹിത വിവിധ ആർദ്ധപ്രലപിതാഃ പുരഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വിക്തം നതിനുതി നിഷേവാ വിരജയൻ. കിം ഉക്തൈഹി, ഇങ്ങനെ വളരെയധികം ഉക്തികൾ, വാക്കുകൾ, ഇങ്ങനെയധികം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. കിം ഉക്തേർ ഭൂയോവി സ്തവ ഹി കരുണായാവതുദിയ, തവ ഹി കരുണ, അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞാൻ അധികം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ധാരാളം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തു പ്രയോജനം? അങ്ങയുടെ ആ കാരുണ്യം എന്നിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ എൻ്റെ ഈ പ്രലാപങ്ങളെ, ഇങ്ങനെയുള്ള പറച്ചിലുകളെയൊക്കെ ഞാനങ്ങ് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചിട്ട് ഭഗവാന്റെ ആ ശ്രീപാദത്തിൽ തന്നെ എൻ്റെ ശക്തിക്ക് എനിക്ക് എങ്ങനെയൊക്കെ പറ്റുമോ, എൻ്റെ ഇപ്പോഴെനിക്ക് പറ്റുന്ന ആ അവസ്ഥയിലൊക്കെ ഉള്ള ആ ആരോഗ്യം വെച്ചിട്ട് ഞാൻ അങ്ങയെ നമസ്കരിച്ചുകൊണ്ടും അങ്ങയെ സ്തുതിച്ചുകൊണ്ടും അങ്ങേ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ആലപിച്ചുകൊണ്ടും ഒക്കെ അങ്ങയുടെ പൂജാവിധാനങ്ങളെ അനുഷ്ഠിച്ചിട്ടും ഒക്കെ ഞാൻ എൻ്റെ ഈ ദിവസങ്ങളെ ഞാൻ തള്ളി നീക്കിക്കൊള്ളാം. എൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് അങ്ങയെ സേവിച്ച് അങ്ങയുടെ സേവ ചെയ്ത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നു കൊള്ളാം. അങ്ങയുടെ ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്കത് മാത്രമേ ഇനി മാർഗമുള്ളൂ എന്ന് പറയുകയാണ് ഈ 10ാമത്തെ ശ്ലോകത്തിൽ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വിക്തം നദിനുതി നിഷേവാ വിരജയൻ.